എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഗുരുവായൂർ ആറാട്ടാണ്. സഹസ്രകലശം കഴിഞ്ഞു. 10 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവ ചടങ്ങുകൾക്ക് ഇന്നേ ദിവസം ഒരു പരിസമാപ്തി കുറിക്കുകയാണ്. ഇനി വീണ്ടും ഒരു വർഷക്കാലത്തെ കാത്തിരിപ്പാണ് ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന്. ഗുരുവായൂരപ്പൻ നിത്യോത്സവമുള്ള ആളാണ്. എല്ലാ ദിവസവും ഗുരുവായൂർ ഉത്സവം തന്നെയാണ്. എങ്കിലും വിദ്യാവണ്ണമുള്ള ഭഗവാന്റെ കൊടിയേറ്റ് ഉത്സവത്തിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് രുദ്രതീർത്ഥക്കുളത്തിൽ. ഏതാണ്ട് നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഗുരുവായൂർ ഭഗവാന്റെ ആറാട്ട് ഘോഷയാത്ര നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. പല ആളുകൾക്കും ഗുരുവായൂരിൽ നിന്ന് നേരിട്ട് പോകാൻ സാധിച്ചോളണമെന്നില്ല. തിരക്കാണ്, നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ആറാട്ടിനെ കുറിച്ച് ഇന്നത്തെ ദിവസം അല്പസമയം ചിന്തിക്കാം. ഒപ്പം തന്നെ ഈ ആറാട്ട് ദിവസം നമ്മൾ സ്മരിക്കേണ്ട മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കിട്ട എന്നാണ്. ആ ഗുരുവായൂരപ്പനെയും കിട്ടയെയും സംബന്ധിച്ചിട്ടുള്ള ഒരു കഥ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആറാട്ടും കിട്ടയുടെ ഇളനീരും എന്നുള്ള ഒരു കഥയാണ് ഇന്നേ ദിവസം എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. ഈ കഥ ആദ്യം ഒന്ന് പറയുന്നതിന് മുമ്പായിട്ട് പല ആളുകളും നമ്മുടെ സനാതനധർമ്മത്തെ, ഹിന്ദു മതത്തെയൊക്കെ തന്നെ വേർതിരിച്ച് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് ജാതി. ഗുരുവായൂരപ്പൻ ഇന്ന ജാതിക്കാരുടെ മാത്രമല്ലേ, ഗുരുവായൂരപ്പന് മേൽജാതിയിൽപ്പെട്ട ആളുകളോട് മാത്രമാണല്ലോ വാത്സല്യമുള്ളൂ എന്നൊക്കെ പല ആളുകളും നമ്മളോട് ചോദിക്കാറുണ്ട്. അവരൊക്കെ തന്നെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കേണ്ട ഒരു കഥയാണ് ഗുരുവായൂരപ്പൻ്റെ ആറാട്ടിൻ്റെയും കിട്ടയുടെ ഇളനീരിൻ്റെയും കഥ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഭഗവാൻ ഒരു തരത്തിലുള്ള വലിപ്പ ചെറുപ്പവും ഇല്ല. എല്ലാവരിലും ഭഗവാൻ ഭഗവാനെ തന്നെയാണ് കാണുന്നത്. ഭഗവാന്റെ അംശമാണ് നമ്മളെല്ലാവരും. അതിലൊരു തരത്തിലുള്ള ജാതിക്കൊന്നും ഒരു സ്ഥാനമില്ല. അത് കൃത്യമായിട്ട് ഭഗവാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഒരു ലീലയാണ് ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു കഥ നമ്മൾ ഇന്നിവിടെ അനുസ്മരിക്കാൻ പോകുന്നത്. ഏതായാലും ഈ കഥയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒരിക്കലും ഗുരുവായൂർ അമ്പലത്തിൽ ഇത്രയൊന്നും വരുമാനമൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ബ്രാഹ്മണരെല്ലാവരും തന്നെ വരുമാനത്തിനായിട്ട് ചെയ്തിരുന്നൊരു രീതി എന്ന് പറയുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും വിശേഷ അവസരങ്ങളുണ്ടെങ്കിൽ പാചകം ചെയ്യാൻ പോവുക, ദേഹണ്ണത്തിന് പോവുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കീശാന്തികളൊക്കെ കൂടെ ചേർന്ന് ഒരിക്കൽ ഒരു ഇല്ലത്ത് ദേഹണ്ണത്തിന് പോയി എന്നാണ്. പക്ഷേ അവർ വിചാരിക്കാത്ത അത്രയും തിരക്കും അവരെ കൊണ്ട് സാധിക്കാത്ത തരത്തിലുള്ള ജോലിയും അവിടെ വന്നു എന്നാണ്. അവർക്ക് പോലും തോന്നിയെന്നാണ് ഇത് അവരെ കൊണ്ട് സാധിക്കില്ല, അവരുടെ മാനം അവിടെ വെച്ച് നഷ്ടപ്പെടൂ എന്ന് പോലും അവർക്ക് തോന്നി. കാരണം ഏറ്റെടുക്കുകയും ചെയ്തു, ഇത് പൂർത്തിയാക്കാനും സാധിക്കില്ല. ആ സമയത്ത് അവർ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നും ഗുരുവായൂരപ്പൻ ഒരു ഉണ്ണി നമ്പൂതിരിയുടെ വേഷത്തിൽ അവിടെ ചെന്ന് ഈ പറഞ്ഞ ജോലിയൊക്കെ തന്നെ വളരെ നിഷ്പ്രയാസം ഭഗവാൻ ചെയ്തു തീർത്തു എന്നുമാണ് കഥ. അങ്ങനെ ഭഗവാൻ തൻ്റെ കീശാന്തികളെ സഹായിച്ചതായിട്ടൊരു കഥയുണ്ട്. അങ്ങനെ ഈ പാചകമൊക്കെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ച് ശ്രീകോവിലേക്ക് അല്ലെങ്കിൽ ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന് കലശലായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടു എന്നാണ്. അപ്പോൾ ഭഗവാൻ ഒരു ഉണ്ണി നമ്പൂതിരിയായിട്ട് ഇങ്ങനെ സഞ്ചരിക്കണു. ഭഗവാൻ നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഭഗവാൻ കണ്ടത് അവിടെ തൊട്ടടുത്തുള്ളൊരു വീട്, തമ്പുരാൻ പടിക്കൽ കിട്ട എന്നാണ് ആ വീട്ടിലുള്ള ഉടമസ്ഥൻ്റെ പേര്. അദ്ദേഹം ഒരു തെങ്ങ് കയറ്റ ജോലി ചെയ്യുന്ന ആളാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് തെങ്ങ് കയറാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഈ തളപ്പൊക്കെ പിടിച്ചുകൊണ്ട്. അപ്പം ഭഗവാനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു നമ്പൂരി അദ്ദേഹം വന്ന് ഈ കിട്ടയോട് ചോദിക്കുന്നുണ്ട്, എനിക്കൊരു ഇളനീര് ഇട്ട് തരും, എനിക്ക് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട്, ഒരു ഇളനീര് കിട്ടിയാൽ കുറച്ച് ദാഹമൊക്കെ മാറ്റി ഗുരുവായൂർക്ക് പോകായിരുന്നു എന്ന് പറഞ്ഞു എന്നാണ്. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു വാത്സല്യം തോന്നിയ കിട്ട അങ്ങ് ഇപ്പം തന്നെ കാത്തിരിക്കും, ഞാൻ ഇപ്പം തന്നെ കൊണ്ടുവന്നേരാന്ന് പറഞ്ഞ് അപ്പം തന്നെ അതിൻ്റെ മുകളിലേക്കൊക്കെ കയറി വളരെ രുചികരമായിട്ടുള്ള ഇളനീരുകളൊക്കെ വെട്ടി, അത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് തന്നെ വെട്ടി ഭഗവാന് കൊടുത്തു എന്നാണ്. അതിൽ 1-2 ഇളനീരൊക്കെ ഭഗവാൻ ഗുരുവായൂരപ്പൻ അവിടെ വെച്ച് തന്നെ കുടിച്ചു. ബാക്കി ഇളനീര് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കിട്ട. അപ്പോൾ ഭഗവാൻ അത് നോക്കിയിട്ട് കിട്ടയോട് പറഞ്ഞു, അത്ര ഇനിയും കുടിക്കണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഇനിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആറാട്ട് വൈകും, അതുകൊണ്ട് ബാക്കിയുള്ള ഇളനീര് ഗുരുവായൂർ ആറാട്ട് കടവിലേക്ക് എത്തിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭഗവാൻ പോയി എന്നാണ്. അതേസമയം ഭഗവാൻ മേൽശാന്തിക്കും തന്ത്രിക്കും സ്വപ്നത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള കിട്ട എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഈഴവ യുവാവ് എനിക്കായിട്ട് ഇളനീര് കൊണ്ടുവരുന്നുണ്ട്. ആ ഇളനീര് കൊണ്ട് അഭിഷേകം ചെയ്യാതെ ഒരാറാട്ടിന് ഞാൻ തയ്യാറല്ല, അതായിരിക്കണം ആദ്യം ആറാട്ട് സമയത്ത് എനിക്ക് അഭിഷേകം ചെയ്യേണ്ടത് എന്ന് ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. അന്ന് തൊട്ട് ഇന്നും ഗുരുവായൂരപ്പൻ്റെ ആറാട്ട് നടക്കുന്ന സമയത്ത് ഇളനീരിൻ്റെ അഭിഷേകം, പല ഭക്തജനങ്ങളെ ഇളനീര് സമർപ്പിക്കാറുണ്ടെങ്കിലും ആദ്യത്തെ ഇളനീര് കൊടുക്കാനുള്ള അവകാശം ഇപ്പോഴും ഈ പറഞ്ഞ കുടുംബത്തിനാണ്. ഭഗവാൻ ഇളനീര് വെട്ടിക്കുടിച്ച അല്ലെങ്കിൽ ഭഗവാൻ ഇളനീര് കൊടുത്ത തമ്പുരാൻ പടിക്കൽ കിട്ട എന്ന് പറയുന്ന ഈഴവ കുടുംബത്തിനാണ് ആ അവകാശം ഉള്ളത്.
അവരുടെ കയ്യിൽ നിന്ന് ഇളനീര് വാങ്ങിയിട്ടേ ഭഗവാൻ ആറാട്ടിന് പുറപ്പെടുള്ളൂ എന്നാണ്. ഇപ്പോഴും ഗുരുവായൂർ ദേവസ്വം വളരെയധികം ശ്രമഫലമായിട്ട് അവരുടെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് കിട്ടയുടെ കുടുംബത്തെ ആനയിച്ചാണ് കൊണ്ടുവരിക. വളരെയധികം വാദ്യമേളങ്ങളുടെയൊക്കെ ഘോഷത്തോടു കൂടി ബഹുമാനപൂർവ്വം അവരെ ആനയിച്ച് കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് ഇളനീര് വാങ്ങുന്ന ചടങ്ങ് ഇപ്പോഴും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ വലിപ്പച്ചെറുപ്പമില്ലായ്മ അല്ലെങ്കിൽ ഭഗവാന്റെ സമത്വബോധം, എല്ലാവരും എൻ്റെ ഭക്തരാണ്, എല്ലാവർക്കും എന്നിൽ അവകാശമുണ്ട് എന്നുള്ള ഭഗവാന്റെ ആ വലിയ സിദ്ധാന്തം ഇന്നേ ദിവസം ഭഗവാൻ കിട്ടയുടെ ഇളനീര് കൊണ്ട് ഈ ലോകത്തിന് മുഴുവൻ ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നാണ്. ഈ ആറാട്ട് നടക്കുന്ന സമയത്ത് കിട്ടയുടെ ഇളനീര് ഗുരുവായൂരപ്പൻ്റെ ആ ദിവ്യദേഹത്തോട് അഭിഷേകം ചെയ്യുന്ന സമയത്ത്, നമ്മളത് സ്മരിക്കുന്ന സമയത്ത് നമുക്കും ആത്യന്തികമായിട്ടുണ്ടാവേണ്ട ചിന്ത എന്താണ്? നമ്മളിൽ ഭഗവാൻ ഒരു തരത്തിലുള്ള വലിപ്പച്ചെറുപ്പമില്ല. നമുക്ക് പലർക്കും തോന്നലാണ്, എന്നെ ഭഗവാൻ ഇഷ്ടമുണ്ടാവുമോ, ഞാൻ ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ ഭഗവാൻ കാണുന്നുണ്ടാവില്ലേ, എന്നോട് ഭഗവാൻ അപ്രിയല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ചിന്തകൾക്കൊന്നും ഒരു സ്ഥാനമില്ല. നമ്മളെല്ലാവരെയും ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഗുരുവായൂരപ്പൻ. അതിന് ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഒന്നിൻ്റെയും തന്നെ ഒരു കെട്ടുപാടുകൾ അതിന് ബാധകമല്ല. ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്ന ആർക്കും ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതിന് ജാതി ഒരു തടസ്സവും അല്ല. ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് നിങ്ങൾ ഈ ഗുരുവായൂരപ്പൻ്റെ കിട്ടയുടെ കഥ പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. കാരണം ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഇളനീരിന് വേണ്ടി സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാത്തു നിൽക്കുന്നു ആറാട്ട് ദിവസം എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ എന്തിനാണ് ഈ ജാതിയുടെയൊക്കെ മതിൽക്കെട്ടുകൾ നമ്മൾ തീർത്തു കൊടുക്കുന്നത്? അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കും നമ്മുടെ മനസ്സാകുന്ന ഇളനീരുകൊണ്ട് ഇന്നേ ദിവസം ആ രുദ്രതീർത്ഥത്തിൽ ഭഗവാൻ ആറാടുന്ന സമയത്ത് ഭഗവാന് അഭിഷേകം ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ഇന്ന് അവസാനിക്കുകയാണ്. അടുത്ത വർഷത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാനും ഈ കെട്ടയുടെ ഇളനീരിൻ്റെ ഘോഷയാത്ര കാണാനും ആ ഇളനീരിൻ്റെ അഭിഷേകം കാണാനും അവസാനം ഭഗവാന്റെ ആ മഞ്ഞൾ നീരാട്ട് കാണാനും ഒക്കെയുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ ആറാട്ടിൻ്റെ പുണ്യം ഈ ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.